ഇനി കൊച്ചി എളമക്കരയിലേക്കാണ്. അവിടെ 6 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നതായുള്ള കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പീഡന വിവരം കണ്ടെത്തിയത്. മരണത്തിന് മണിക്കൂറുകൾ മുൻപും പീഡനം നടന്നു. പീഡിപ്പിച്ച ആളെപ്പറ്റി സൂചന ലഭിച്ചെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 16-നാണ് മകളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, വലിയ ദുരൂഹതയുള്ള ഒരു കേസ് കൂടിയാണ് എന്ന് മനസ്സിലാകുന്നു. 6 വയസ്സുകാരിയാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പീഡനത്തിനിരയായി കൊലപ്പെടുന്നതിന് തൊട്ട് മുൻപ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ പോലീസ് പ്രതിയിലേക്ക് എത്തുന്നുണ്ടോ? എന്ത് സംഭവിച്ചു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു ഈ കേസിൽ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ജെൽസി ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ മാസം ജനുവരി 16-ാം തീയതിയാണ് മകളെ 6 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം 33 വയസ്സുള്ള അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വിഷമുള്ളിൽ ചെന്നാണ് ഈ കുട്ടി മരിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിലാണ് കഴിഞ്ഞ 1 വർഷത്തോളമായി കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മരണത്തിന്, അതായത് ഈ കുട്ടിയെ വിഷം നൽകി കൊലപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പും ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ സങ്കീർണമായ കേസാണ്. കാരണം ഈ കുട്ടിയും കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അച്ഛനും മരിച്ചു. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ പോലീസിന് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ എളമക്കര പോലീസ് സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് തുടക്കത്തിൽ ഇതൊരു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് മകളെ കൊന്ന ശേഷം അച്ഛൻ സ്വയം ജീവനൊടുക്കി എന്നാണ് പോലീസ് കരുതിയിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്.